കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരേഖ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് നിതിൻ രാജിൻ്റെ മരണമാണ്. കേരളം അഭിമാനമാണ്, നമ്മുടെ നാട് നമുക്ക്. വിദ്യാസമ്പന്നരായ മനുഷ്യർ, എല്ലാ അർത്ഥത്തിലും ഒന്നാം നമ്പറാണ് നാം മലയാളികൾ. പക്ഷേ ജാതി വെറിയും ലോൺ ആപ്പും ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയുടെ ജീവൻ കവർന്ന ഒരു കാഴ്ചയാണ്. നിസ്സഹായനായി പോവുകയാണ് ഒരു മെഡിക്കൽ വിദ്യാർത്ഥി. ഇപ്പോൾ ആ വിഷയത്തിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വീഡിയോ കാണുമ്പോൾ അധ്യാപകർക്ക് മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വിദ്യാർത്ഥി, അവൻ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടുകയാണ്. ഈ ലോൺ ആപ്പിൽ കുടുങ്ങിയിരിക്കുന്ന ആകെ കൊടുക്കേണ്ട പൈസ 18,000 രൂപയാണ്. ആ പണം പോലും അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് നിതിൻ രാജ് എന്ന മെഡിക്കൽ വിദ്യാർത്ഥി വായ്പ എടുത്തെന്നാണ് പറയുന്നത്. നിസ്സഹായതയിൽ ആ മകൻ, അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ ആ വിദ്യാർത്ഥി കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് അല്ലെങ്കിൽ ചാടി ജീവൻ ഒടുക്കുകയാണ്. സത്യത്തിൽ മലയാളികളൊന്ന് തല കുനിക്കണം. എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള 3 പേരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത്. കണ്ണൂർ വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഫാദർ വിപിൻ വെൺമേനിക്കട്ടയിൽ, അതുപോലെ തന്നെ പ്രമുഖ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും തലശ്ശേരിയിലെ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ തലശ്ശേരി ചാപ്റ്ററിൻ്റെ പ്രസിഡന്റ് പി മോഹനൻ, മനുഷ്യാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് ദേവദാസ്. പ്രേക്ഷകർക്കും ഒപ്പം നിങ്ങൾ 3 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. ഞാൻ ഫാദർ വിപിനിൽ നിന്ന് തുടങ്ങാം. കാരണം ഒത്തിരി സ്ഥാപനങ്ങളിലെ എനിക്ക് തോന്നുന്നത് ഒരു TTCയുടെ അഡ്മിനിസ്ട്രേറ്ററായി വർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ഒരു കോളേജിൻ്റെ അവിടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. ഫാദർ വിപിൻ, ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഒരു കുടുംബത്തിൻ്റെ ആശ്രയമാണ് നിതിൻ രാജ് എന്ന പയ്യൻ. ഡെൻ്റൽ കോളേജിൻ്റെ കണ്ണൂർ ഡെൻ്റൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. ആ പയ്യന് നിസ്സഹായനായി, അവനിനി ജീവിതം ഇല്ല എന്ന് തോന്നുകയാണ്. ഇത്രയും അഭ്യസ്തവിദ്യരായ, ഇത്രയും സംസ്കാര സമ്പന്നമായ ഒരു മനുഷ്യ സമൂഹത്തിനുള്ളിൽ പ്രൊഫസർമാർക്കിടയിൽ നിന്ന് പ്രിൻസിപ്പളുടെയും വൈസ് പ്രിൻസിപ്പളിൻ്റെയും ചുറ്റും നിൽക്കുന്ന അധ്യാപകർക്ക് മുന്നിൽ നിന്നാണ് ഈ പയ്യൻ ഇറങ്ങിയിട്ട് പോയി ജീവൻ ഒടുക്കുന്നത്. ഇവനെ ചേർത്ത് നിർത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന തോല് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ. എന്തുകൊണ്ട്, എങ്ങനെ ഇത് സംഭവിക്കും? തീർച്ചയായിട്ടും എനിക്ക് ആദ്യമേ ഇതിനെക്കുറിച്ച് ഒരു അധ്യാപകൻ എന്ന നിലയിൽ, ഒരു അധ്യാപക സമൂഹത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ കൂടി ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ ഒന്നടങ്കം അധ്യാപക സമൂഹത്തെ കുറ്റപ്പെടുത്തുന്നതിൽ എനിക്ക് താല്പര്യക്കുറവുണ്ട്. കാരണം തീർച്ചയായിട്ടും എല്ലാ സമൂഹത്തിലും കുറവുകളുള്ളവരും നന്മയുള്ളവരും ഒക്കെ ഉണ്ടാകും. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വീഴ്ചകൾ അധ്യാപക സമൂഹത്തിൻ്റെ ഭാഗത്ത് ഈ ഒരു കേസിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കുട്ടിയോടും ആ കുടുംബത്തോടും അതോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരോടും അധ്യാപക സമൂഹത്തിനോട് ക്ഷമ ചോദിക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു ജീവിത പ്രതിസന്ധിയിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു മരണത്തെക്കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്യും. തീർച്ചയായിട്ടും നിതിൻ രാജ് എന്നൊരു വിദ്യാർത്ഥി മാത്രമല്ല, സമൂഹത്തിൻ്റെ ഏത് തുറയിൽപ്പെട്ടുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള ജീവിത പ്രതിസന്ധി വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ട് ഒത്തിരി സഹായങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കരുതൽ ലഭിക്കേണ്ടത് ഇപ്പോഴും ആവശ്യമാണ്. എനിക്കൊന്നൊരു ടണൽ വിഷൻ എന്ന പേരിൽ തന്നെ സൈക്കോളജി നമുക്ക് ഇതിനെ വിവരിക്കാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ ഒരു പ്രതിസന്ധി ജീവിതത്തിലേക്ക് വരുമ്പോൾ മറ്റൊന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ആ ഒരു ടണലിലൂടെ മാത്രം കാണുന്ന, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ മാത്രം കാണുകയാണ്. മറ്റൊരാളെ കേൾക്കാനോ ശ്രവിക്കാനോ മറ്റൊന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കാത്ത ഒരു പ്രതിസന്ധി വരുമ്പോൾ പെട്ടെന്ന് ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ആ വ്യക്തിയുടെ സാഹചര്യങ്ങൾ എത്തിച്ചേരുകയും അങ്ങനെ ഒരു അപകടത്തിലേക്ക് ചെന്ന് ചാടുകയും ചെയ്യുകയാണ് ഈ ഒരു പ്രതിസന്ധി എന്ന് പറയാം. തീർച്ചയായിട്ടും ആ ഒരു അധ്യാപക സമൂഹത്തിന് വേണമെങ്കിൽ കുറച്ചുകൂടി കരുതലോടുകൂടി ഒരു സാഹചര്യത്തെ നമുക്ക് പിടിക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു കാഴ്ച. തിരിച്ചു വരാം. അതിനകത്ത് ഡോക്ടർ ദേവദാസ്, അഡ്വക്കേറ്റ് ദേവദാസിൻ്റെ ഒരു വിഷൻ എന്താണ്? ഞാൻ ചോദിക്കുന്നത്, ഇത്രയും അധ്യാപകരെ ചുറ്റും നിൽക്കുകയാണല്ലോ. അപ്പോൾ അധ്യാപകർക്ക് വേണമെങ്കിൽ മോനെ ഈ 18,000 അല്ലേ, നമുക്ക് ആലോചിക്കാം, നമുക്ക് അവരായിട്ട് സംസാരിക്കാം, ടീച്ചറെ വിളിക്കുന്ന വിഷയം അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരു മനസ്സ് എന്തുകൊണ്ടൊക്കെ അധ്യാപകർക്ക് ഉണ്ടാകുന്നില്ല? അത് സാധാരണക്കാരുടെ മനസ്സിൽ വരുന്ന ചോദ്യം അതാണ്. എങ്ങനെയാണ് അതിന്? അത് എന്താ പറയുക, ഞങ്ങൾ ഈ 1991 ശേഷം ലിബറൽ ഇത് ഗ്ലോബലൈസേഷനിലും വന്ന ശേഷമുള്ള പീരിയഡിലുള്ള ജെൻസി കുട്ടികളാണ് ഇപ്പോഴത്തെ കുട്ടികൾ. അപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ അതിന് ശേഷം വന്ന ഈ അധ്യാപകരും ചിലതെല്ലാം ന്യൂ അധ്യാപകരാണ്. ഇത് ആ കാലഘട്ടത്തിൽ പഠിച്ചിറങ്ങുമ്പോൾ പൈസ കിട്ടിക്കൊണ്ട് നിന്നു. അവർ ആ വാല്യൂസ്, അതിന് തൊട്ട് മുമ്പുള്ള അധ്യാപകർ, ഇപ്പോൾ നവാസ് പറഞ്ഞ പോലെ ഇതേ സിറ്റുവേഷൻ ഒരു 60s 70s 80s അധ്യാപകരായെങ്കിൽ അവർ പിരിച്ചിട്ട് അത് കൊടുത്തിട്ട് അതിനെ വാൺ ചെയ്തിട്ട് അത് ഇല്ലാണ്ടാക്കിയിട്ട് ആ കുട്ടീനെ തിരിച്ചു കൊണ്ടുവരുന്നുള്ള കാര്യം 90% ഉറപ്പാണ്. പലയിടത്തും ഈ അധ്യാപകർ എല്ലാം മോശം എന്നല്ല പറയുന്നത്, അതിലൊരു 10% ഇങ്ങനത്തെ എല്ലാം ഉണ്ട്.
ഈ കുട്ടീൻ്റെ ഇത് പറയുമ്പം ഞങ്ങളിപ്പോൾ അല്ല അധ്യാപകർ 10% എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്നതിൽ അവിടുത്തെ പ്രിൻസിപ്പൽ ഉണ്ട്, വൈസ് പ്രിൻസിപ്പൽ ഉണ്ട്, ഇവന്റെ പ്രിയപ്പെട്ട ടീച്ചർ ഉണ്ട്, കുറെ HODs ഇങ്ങനെ ചുറ്റും നിൽക്കുകയാണ്. ആ വീഡിയോ കാണുമ്പോൾ ഒരു ഗില്ലറ്റിനിൽ ഇരിക്കുന്ന പോലെയാ. ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താ പറയുക, അവൻ തെറ്റ് ചെയ്തെന്ന് അവന് തിരിഞ്ഞിട്ടുണ്ടോ, ആപ്പ് എടുത്തു, ആ റെഫറൻസ് ഒരു ടീച്ചറെ കൊടുത്തു. പക്ഷേ ഇതിനെ ഓവർകം ചെയ്തിട്ട് ടീച്ചർക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഒരു പൈസേൻ്റെ ഇതും കൊടുത്ത് ആ ആപ്പുകാരെ ഇതേപോലെ പിടിക്കാനും ഇതും നോക്കണം. നമ്മളെ സിസ്റ്റത്തിൻ്റെ ഒരു ഇത് ആപ്പ് 4700 47,000 ഉള്ളപ്പം ഈ ഒരു നിതിൻ രാജ് മരിക്കാൻ വേണ്ടി വന്നു, ഒരാഴ്ച കൊണ്ട് നോയിഡയിൽ പോയിട്ട് പിടിച്ചു. അതിൻ്റെ ആ സിസ്റ്റം തന്നെ നോക്കിയാൽ ഒരു കമ്മീഷണർ പോലീസ് റിപ്പോർട്ട് അനുസരിച്ച് ഞെട്ടിക്കുന്നവരെ ഒരു IT സ്ഥാപനം നടത്തുന്ന പോലെ ആ ആപ്പിന്റെ സെന്റർ നോയിഡയിലുള്ളത്. നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ ഒരാൾ, നിങ്ങളെ ലോൺ കൊടുക്കാൻ ഒരാൾ, നിങ്ങളെ മോർഫ് ചെയ്തിട്ട് ചീത്ത പറയാൻ വേറെ സെക്ഷൻ, എല്ലാത്തിനും സെക്ഷൻ ബേസ്ഡ് ആളായിട്ട് IT സ്ഥാപനം 40ഓളം സ്റ്റാഫുള്ള ഹൈ ടെക്നോളജി ഉള്ള ഒരു സ്റ്റാഫ് ഒരെണ്ണം ഞെട്ടിന്നല്ലേ പറഞ്ഞ. നിങ്ങളെ അവരെ ഉപയോഗിക്കുന്നത് ബോക്സ് സിമ്മുവാ പോലും എന്ന് പറഞ്ഞാൽ 30 സിമ്മ് ഒറ്റ നിലക്ക് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ആ ടീച്ചർ ഇവർ ചീത്ത പറയാൻ തുടങ്ങുമ്പോൾ ബ്ലോക്ക് ചെയ്തു, ഒന്ന് ബ്ലോക്ക് ചെയ്യുമ്പോൾ വേറെ ഒന്ന് വിളി, അത് ബ്ലോക്ക് ചെയ്യുമ്പോൾ വേറെ അങ്ങനെ 10-15 വിളിയായപ്പം ടീച്ചറെയും കൺട്രോൾ പോയി. പിന്നെ ഇങ്ങനത്തെ അതിൻ്റെ ഇടയിലാണ് ഈ മൃഗം എന്ന് പറയാറ്. എന്താ പറയുക, മനുഷ്യ മൃഗം എന്ന് ആ റാമിനെ പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? എന്താ പറയുക, മൃഗം ഇത്ര ഇതല്ല. ഞാൻ ഒന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആ തുടക്കമാക്കാം. എന്താ പറയുക, മൃഗം എന്ന് പറയുമ്പം അതിൻ്റെ തൊട്ടു മുമ്പിൽ നമ്മൾ നാദാപുരത്തുള്ള ശരണ്യ കൊടക് വനത്തില് നരഭോജികളായ മൃഗങ്ങളുള്ള അടുത്ത് പോയിട്ട് ഒരു പോറൽ പോലും ഇല്ലാണ്ട് 4 ദിവസം കിടന്നുറങ്ങി വന്ന്. പക്ഷെ അതേ ഇത് നാട്ടിലുള്ള ഈ കക്ഷികളുടെ ഇടയ്ക്ക് നിതിൻ രാജിന് അവസരം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അധ്യാപകരെ ഇതിലും എന്തോ ഒരു ഫോൾട്ട് ഉണ്ട്. കുട്ടികളെ മാനസിക നിലയിലോ പഠിപ്പിക്കുന്നതിലും എവിടെയോ ഒരു അല്ല, എല്ലാം മണി ബേസ്ഡും ഇക്കണോമിക് ഇപ്പൊ സെൽഫ് ഫിനാൻസിങ് എല്ലാം വന്നപ്പോൾ ഉള്ള ഒരു ഇതാണ് ഇത്. ഈ കുട്ടി മെറിറ്റിൽ വന്നെയാണ്, പക്ഷെ എന്തോ ഒരു കണ്ണില ആ റാം എന്ന് പറയുന്ന ആള് കാണുന്നത് എന്താ പറയാ, എനിക്ക് തോന്നുന്നു അയാൾ ആന്ധ്രക്കാരൻ, എന്തോ ഔട്ട്സൈഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ ഈ ജന്മി കുടുംബത്തിലുള്ള അയാൾ ഒരു ഇത് പ്രശ്നം ഉണ്ട് അവിടെ. അവർക്ക് അടിമ മനോഭാവം, കളറിന്റെ മനോഭാവം, അതിൻ്റെ എല്ലാം വേറെ ഒരു മനുഷ്യനായിട്ട് കാണാനുള്ള ആ എലമെന്റ്, ഹ്യൂമൻ കോഷ്യന്റ്. ഇപ്പോൾ IQ നല്ലതാണ് ഇതെല്ലാം, പക്ഷെ എമ്പത്തി സിമ്പത്തി എല്ലാം ഞങ്ങളെ വിദ്യാഭ്യാസത്തിൽ നിന്ന് പോകുന്ന ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. തിരിച്ചു വരാം നമുക്കൊന്ന്. ശ്രീ മോഹൻ, താങ്കൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, 4 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുണ്ട്, താങ്കൾ ഒരു രക്ഷിതാവ് കൂടിയാണ്. എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? അല്ല, ഇതിലിപ്പം മെയിനായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴത്തെ ഈ യങ്ങർ ജനറേഷൻ ഇവർക്കൊരു സോഷ്യൽ ഫ്രണ്ട്ഷിപ്പ് ഇല്ല, ടീച്ചേഴ്സുമായിട്ടും ഇല്ല, കൂടുതൽ കൂട്ടത്തിലുള്ള മറ്റുള്ള സ്റ്റുഡൻസായിട്ടും ഇല്ല. അപ്പോൾ ഇവർ ഈ മൊബൈൽ ഫോണും ഈ ആപ്പും വെച്ചിട്ടാണ് ഫുൾ ഡിപ്പെൻഡൻറ്റ്. അപ്പോൾ ഇത് ഒരു നാണക്കേടാവുമോ എന്നുള്ള ഒരു ഭീതി. പിന്നെ ഇവർ തുറന്ന് പറയുന്ന ഒരു പരിചയമില്ല ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന്. ഇപ്പം നമ്മൾ ഓഫീസിൽ തന്നെ കുറേ CA സ്റ്റുഡൻസ് ഉണ്ട്, പക്ഷേ ഒരു 20 വർഷം മുമ്പേ ഉണ്ടായ CA സ്റ്റുഡൻസ് മാത്രമല്ല ഇപ്പോഴുള്ളത്. നിങ്ങളുടെ ഓഫീസിൽ എത്ര കുട്ടികൾ ഇപ്പോൾ CA സ്റ്റുഡൻസ് ആയിട്ടുണ്ട്? 25 പേരുണ്ട്. 25 പേരുണ്ട്. എല്ലാം BCom കഴിഞ്ഞ കുട്ടികളാണ്. BCom കഴിഞ്ഞിട്ടും ഇപ്പം CA ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞിട്ടാണ് ചേരുന്നത്. അപ്പോൾ ഒരു 2 വർഷം അവിടെ ഇൻറ്റേൺഷിപ്പ് വേണം. അപ്പോൾ ഇപ്പോൾ ഒരു വ്യത്യാസം കാണുന്നത് ഇവർക്ക് ഇവരെ സ്റ്റൈപ്പൻഡ് കിട്ടുന്ന ക്രെഡിറ്റ് നോക്കും. നമ്മളുമായിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷൻ ഈ പ്രൊഫഷണൽ ഇൻറ്ററാക്ഷൻ അല്ലാതെ വേറെ പേഴ്സണൽ ഇൻറ്ററാക്ഷനോ അവരുടെ പാരൻസിനെ കൊണ്ടോ അവരുടെ ഫ്രണ്ട്ഷിപ്സിനെ കൊണ്ടോ ഒന്നും ഒരു ഇൻറ്ററാക്ഷൻ ഇല്ല. അപ്പോൾ ഇതിങ്ങനെ ഒരു ഷോക്ക് വരുമ്പോൾ ഈ പറഞ്ഞ ലോൺ ആപ്പിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നപ്പം ഇവർ നേരെ തീരുമാനം ഇവർ സ്വമേധയാ എടുക്കുന്നതാണ്. അപ്പോൾ ഇവർക്ക് എനിക്ക് തോന്നുന്നു ഈ കുട്ടിക്ക് സഹിക്കാൻ പറ്റിയിട്ടുണ്ടോ, ടീച്ചേഴ്സെല്ലാം അറിഞ്ഞു പോയതുകൊണ്ട്, എല്ലാവരും ഒരുമിച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ടീച്ചേഴ്സ് മനസ്സിലാക്കുന്നത്. ഇപ്പം ഇവർ പറഞ്ഞ മാതിരി 20 years ബാക്കിലെ ജനറേഷനില്ല. ഇപ്പം നമ്മുടെ അടുത്താണെങ്കിൽ ഇപ്പോൾ 20 വർഷം മുമ്പിലെ എല്ലാ സ്റ്റുഡൻസിൻ്റെ പേരടക്കാൻ ഓർമ്മയുണ്ട്. പക്ഷെ ഇപ്പോഴുള്ള സ്റ്റുഡൻസിനെ എനിക്ക് ആരും തന്നെ കണ്ടാൽ അവർ പലതും വന്ന് ഡിസ്കസ് ചെയ്യും ഒഫീഷ്യലായിട്ടും, അതും വർക്കിനോട് ബന്ധപ്പെട്ട ആവശ്യത്തിന് മാത്രം. അതും അവോയ്ഡ് ചെയ്യാൻ നോക്കും. ഇമെയിലും മെസ്സേജും വോയിസ് മെസ്സേജും ഒക്കെ അയക്കുന്നത് ഫേസ് ടു ഫേസ് ഇല്ല. അപ്പോൾ ആ ഫേസ് ടു ഫേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ എമ്പത്തി ഇല്ലായ്മയും നമുക്ക് അങ്ങോട്ടുള്ള ഈ ടീച്ചേഴ്സിനും ഈ പറഞ്ഞ മാതിരി ഒരുപക്ഷെ
അതായിരിക്കും ഇവരെ കൊണ്ടുള്ള ഒരു എമ്പത്തിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടായി പോകുന്നു. പിന്നെ ഈ പറഞ്ഞ മാതിരി സെൽഫ് ഫൈനാൻസിങ് കോളേജൊക്കെ വന്നപ്പം പിന്നെ അവിടെ മോണിറ്ററി എലിമെൻറ്റും കൂടി വന്നു. അതെ അതെ അതെ. പക്ഷേ ഈ ആപ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത്രയും ഫെസിലിറ്റീസ് ഇപ്പോൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇവരൊന്ന് കോൺട്രസ്റ്റ് ചെക്ക് ഫാദർ വിപിൻ, നിങ്ങൾ ഈ കുട്ടികളെ നിരന്തരം ആശയവിനിമയം നടത്തുന്നത് എന്താ നമ്മുടെ മക്കൾ ഇങ്ങനെ റിസർവ് ആകുന്നത്? ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടാവും, ഉൾവലിയുന്ന ഒരു മനോഭാവം മക്കളിൽ ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും പഴയൊരു സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള എല്ലാ ഭവനങ്ങളിലും കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കുട്ടികൾ ഭവനങ്ങളുണ്ട്, തമ്മിൽ മത്സരിച്ചും സംസാരിച്ചും ഒക്കെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർ കുറച്ചുകൂടി കരുത്തുള്ളവരായിട്ട് അങ്ങനെ വളർന്നു വരും. പക്ഷേ ഇപ്പോൾ വളരെ ഓരോ വീട്ടിലും വളരെ ചുരുങ്ങിയ എണ്ണം കുട്ടികൾ മാത്രമേ ഉള്ളൂ. മറ്റൊരു പ്രതിസന്ധിന് എനിക്ക് തോന്നാനുള്ള കാരണം നമുക്കറിയാം, അധ്യാപക സമൂഹം കുറച്ചുകൂടി അനുകമ്പ ഈ കുട്ടിയോട് കാണിക്കേണ്ടിയിരുന്നു എന്ന് എനിക്ക് തോന്നുകയാണ്. യഥാർത്ഥത്തിൽ ഈ കുട്ടിയുടെ മരണകാരണം എന്ന് പറയുന്നത് എന്താണ്? അപമാനഭാരമാണ്. അപമാനഭാരം മറ്റുള്ള സമൂഹത്തിലുള്ള എല്ലാവരും അഭിമുഖീകരിക്കാനുള്ള ഒരു അപമാനഭാരത്തിൽ നിന്നാണ് ഒരൊറ്റ നിമിഷത്തിൽ ആ കുട്ടിയെ തീരുമാനം എടുക്കുകയും മരണത്തിലേക്ക് പോവുകയും ചെയ്യും. ഈ നിതിൻ്റെ ആയിട്ട് മൊബൈലടക്കം പ്രിൻസിപ്പൽ പിടിച്ചു വെക്കുന്നു, എന്നിട്ട് ടീച്ചറോട് സൈബർ സെല്ലിലേക്ക് പരാതി അയക്കാൻ പറയുന്നു, ടീച്ചർ പരാതി എഴുതുന്നു, ബാക്കി എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു. അങ്ങനെയൊക്കെ ഒരു വില്ലനായി 18,000 രൂപയുടെ ലൈബിലിറ്റി വന്ന അവൻ്റെ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി പണം എടുത്തതാണ്. അങ്ങനെ പകച്ചു നിൽക്കുകയാണ്, അവൻ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നത്. എന്ത് ഇത്ര മനുഷ്യത്വമില്ലാത്തവരാണോ നമ്മുടെ അധ്യാപകർ? തീർച്ചയായിട്ടും കോളേജിൻ്റെ ഭാഗത്ത് ചിന്തിക്കാൻ ഒരുപക്ഷെ നിയമപരമായ സാധ്യതകളും കൂടി അവരുടെ മുൻപിൽ ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാകാം. കാരണം ഇതിന് മുമ്പോട്ടേക്ക് പോകുമ്പം നിയമപരമായ സാധ്യത ഉറപ്പുവരുത്തേണ്ടത് കോളേജിൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടി ആയതുകൊണ്ട് ഒരുപക്ഷെ അവർ ആ കോളേജ് മൊബൈൽ ഫ്രീസ് ചെയ്യുകയും ഒരുപക്ഷെ ഔദ്യോഗികമായ പരാതി ഔദ്യോഗികമായ രൂപത്തിൽ തന്നെ കൈപ്പറ്റാൻ ചെയ്തിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ ഒരു അനുമാനം. കാരണം ഞാൻ ടീച്ചറോട് കത്തെഴുതി പരാതി എഴുതി വാങ്ങുന്നുണ്ട്, അത് കൃത്യമായിട്ട് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ടീച്ചറോട് പരാതി എഴുതി തരാൻ പറയുന്നു, ടീച്ചർ പരാതി എഴുതി കൊടുക്കുകയും അത് കൈമാറുമെന്ന് ഉറപ്പാകുമ്പോൾ ഈ മൊബൈൽ കൊടുക്കുമ്പോൾ ഇവൻ ഇറങ്ങിപ്പോകുന്നത് കരഞ്ഞുകൊണ്ടാണ്. തീർച്ചയായിട്ടും മറ്റൊരു രീതിയിൽ കോളേജിനോട് ഇത് പരിഹരിക്കാമായിരുന്നു. ഒന്ന്, ആ കുട്ടിയുടെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി അവരോടൊപ്പം ഇരുത്തി ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ച് പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാമായിരുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അധ്യാപകർക്ക് തീർച്ചയായിട്ടും ഒരു മെൻറ്ററിങ് സിസ്റ്റം കുട്ടികൾക്ക് ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം കുട്ടികൾ വളരെ ചുരുങ്ങിയ ഒരു ലോകത്തിലും ജീവിച്ചു പോവുകയാണ്. മൊബൈൽ ഫോണ് അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ ഒരു സൗഹൃദങ്ങളൊക്കെ ജീവിച്ചു വന്ന ഒരു കാലഘട്ടത്തിലാണ് കുട്ടികളുള്ളത്. തീർച്ചയായിട്ടും നല്ല നല്ല കോളേജുകളൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു മെൻറ്ററിങ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു അധ്യാപകന് വളരെ ചുരുങ്ങിയ കുട്ടികളെ മാത്രം ടേക്ക് കെയർ ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ, സത്യത്തിൽ നിന്നൊരു പേഴ്സണൽ ബന്ധം അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ വളരെയധികം കൈമോശം വന്നു പോയിട്ടുണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് ഒരു അനുകമ്പയും സ്നേഹവും ഈ അധ്യാപകനും വിദ്യാർത്ഥികളുടെ ഒരു അടുപ്പവും ഒന്നും ഇല്ലാതെ പോകുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു അധ്യാപകനായിരുന്നെങ്കിൽ ഈ കുട്ടിയുടെ ഈ പ്രശ്നങ്ങളിൽ അവരോടൊപ്പം ഇരുന്ന് അവരെ കേൾക്കാനായിട്ട് ഇതിനെ വളരെ നല്ല രീതിയിൽ പോസിറ്റീവായ രീതിയിൽ ഇതിനെ പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കുട്ടി വളരെ മോശക്കാരനാണ് എന്ന നിലക്ക് കുറേ പ്രൊപ്പഗൻഡ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ, അത് അങ്ങനെ ഒരു മോശം കുട്ടി നല്ല കുട്ടി എന്നുണ്ടോ? ശരിക്കും കുട്ടി വളർന്നു വരുന്ന സാഹചര്യവും അവനെ മോൾഡ് ചെയ്തെടുക്കുന്ന ഒരവസ്ഥയില്ല. അങ്ങനെ നല്ല കുട്ടി ഒരാൾ പക്വത എത്തിയാലല്ലേ നമുക്കത് ജഡ്ജ് ചെയ്യാൻ പറ്റൂ. ശരിക്കും അതിനെക്കുറിച്ച് എന്താണ് താങ്കളുടെ? തീർച്ചയായും എനിക്ക് തോന്നുന്നത്, ഒരു ആളെ മോശവും അല്ലെങ്കിൽ നല്ലതും എന്ന് ചിന്തിക്കുന്ന ആരാണ്? വിലയിരുത്തുന്ന ആളാണ്, ചെയ്യുന്ന ആളല്ല. വിലയിരുത്തുന്ന ആളാണ് അവൻ നല്ലവനാണോ അല്ലെങ്കിൽ മോശക്കാരനാണോ എന്നുള്ള രീതിയിലേക്ക് തീരുമാനത്തിലെത്തുക. അത് ഓരോരുത്തരും നിന്ന് നോക്കുന്ന ആംഗിളിൽ നിന്നുകൊണ്ടുള്ള വിലയിരുത്തലാണ്. അപ്പം ഞാനൊരു ഒരു പ്രത്യേക പൊസിഷനിൽ ഒരു കാര്യത്തെ വീക്ഷിക്കുന്നു, അപ്പോൾ ഞാൻ കാണുന്ന ഒരു ആംഗിളിൽ വ്യത്യാസമുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ കൂടെ മനോഭാവം മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറവുകളുള്ളവരെയും ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കുറവുകളുള്ളവരെ ഞങ്ങൾ മാറ്റി നിർത്തേണ്ടവരാണോ ശരിക്കും? ഇവരിപ്പം കുട്ടികളെ മാറ്റി നിർത്തുകയാണ്. അവൻ കുറവുള്ളവനാണോ, അവൻ പ്രശ്നക്കാരനാണ്, അങ്ങനെയാണോ ശരിക്കും ചെയ്യേണ്ടത് നമ്മൾ? സത്യത്തിൽ അവരെയും വീണ്ടെടുക്കപ്പെടേണ്ടവരല്ലേ? അല്ലേ? ഈ പറയുന്ന കുറവുകളുള്ളവർ അധ്യാപകരുടെ മക്കളാണ് ഈ സ്ഥാനത്തെങ്കിൽ അവരെന്ത് നിലപാടെടുക്കും? തീർച്ചയായും അവർ കുറച്ചുകൂടെ കരുണയും ആർദ്രതയും ഒക്കെ അവർ കാണിച്ചേനെ എന്നാണ് ഞാൻ ചിന്തിക്കുക. തൻ്റെ മുന്നിലിരിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും തൻ്റെ കുട്ടികളാണെന്നൊരു ബോധ്യം അധ്യാപകർക്ക് ഉണ്ടാകണം എന്നല്ലേ നമ്മൾ പഠിപ്പിച്ചത്? അവർക്ക് നമ്മളൊരു അകലം ഉണ്ടായിരുന്നു. ആ അകലമാണ് ഒരു പക്ഷേ ഈ തീരുമാനത്തിലേക്ക് എത്തിക്കുകയും പ്രത്യേകിച്ച് ആ കുട്ടിയെ സ്വാധീനിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു അടുപ്പം, ആത്മബന്ധം അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ വളരെ ഈ ഒരു കാലത്ത് കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നുള്ളത് യഥാർത്ഥമാണ്. യെസ്, ശ്രീ മോഹൻ, എന്താണ് ഈ ലോൺ ആപ്പ്? താങ്കളിപ്പം ഈ കണക്കുകളുടെ ലോകത്താണല്ലോ, ഈ ലോൺ ആപ്പിൽ എങ്ങനെയാണ് ഈ ആളുകൾ പോയി പെടുന്നത്? എന്താണ് താങ്കളുടെ ഒരു നിരീക്ഷണം? ആക്ച്വലി ഈ ലോൺ ആപ്പ് എന്ന് പറയുന്നത് ഒരു ഇല്ലീഗലാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ കീഴിലാണ് ഈ ഡിജിറ്റൽ ബാങ്കിങ് പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ 2022 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡിജിറ്റൽ ആപ്ലിക്കേഷൻസിന് ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ലോൺ ആപ്പ് എന്ന് പറയുന്ന സംഗതി ആക്ച്വലി ഇല്ലീഗലാണ്. ബാങ്കുകൾക്കും NBFCക്കും
ഈ പറഞ്ഞ മാതിരി ഡിജിറ്റൽ മൊബൈൽ ബാങ്കിങ് അലൗഡ് ആണ്. NBFC എന്ന് വെച്ച് നോൺ ബാങ്കിങ് ഫിനാൻസ് ഫിനാൻസ് കമ്പനി എന്നൊരു സ്വകാര്യ ബാങ്കിങ് ഈ മേഖല. NBFCയും ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റെഗുലേറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ. അപ്പോൾ RBI റെഗുലേറ്റഡ് ആണ്, ഇപ്പോൾ രജിസ്റ്റേർഡ് എൻറ്റിറ്റി എന്നാണ് പറയാം, RE. അപ്പോൾ ബാങ്ക്സും NBFCയും ആണ് RBI സൂപ്പർവൈസ് ചെയ്യുന്നത്. അവർക്ക് പെർമിഷൻ കൊടുത്തിട്ടുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നിങ്ങൾക്ക് ഡിജിറ്റൽ ബാങ്കിങ് ചെയ്യാമെന്ന്. അപ്പോൾ അവർ എന്താ ചെയ്യുന്നത്, ചിലത് ഒരു ലെൻഡിങ് സർവീസ് പ്രൊവൈഡർ അവർക്ക് അപ്പോയിൻറ്റ് ചെയ്യാം. ലെൻഡിങ്സ് ഇപ്പോൾ ഗൂഗിൾ പേ, ഫോൺ പേ എല്ലാം ഉണ്ട്. അപ്പോൾ ഇവർക്ക് NBFC ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ പക്ഷേ ഇവരെ ഈ അബൌട്ട് തന്നെ അതിലെല്ലാം പറയണം, നമ്മളെ ബാങ്ക് ഇന്നേതാണ്, ബാങ്ക് ഓഫ് ബറോഡയാണ് ഞാൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ന് സുന്ദരം ഫൈനാൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് അവരുടെ ആപ്പിൽ തന്നെ അത് പറയും വേണം. അതിന് സ്ട്രിക്റ്റ് ഗൈഡ് ലൈൻസ് ഉണ്ട്. ഉദാഹരണത്തിന് ഞാൻ ലോണ് സാങ്ഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്ക് സാങ്ഷൻ ലെറ്റർ കൊടുക്കണം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറയണം, മെച്യൂരിറ്റി പീരീഡ് പറയണം, എന്തൊക്കെ ബാങ്ക് ചെയ്യുന്നുണ്ടോ അതൊക്കെ ഈ സർവീസ് പ്രൊവൈഡർ ചെയ്യണം. പിന്നെ ഇവർക്ക് ഒരു കോൺടാക്ട്സിന് മേലെ ആക്സസോ ഇതൊന്നും കൊടുക്കുക, അങ്ങനെ ചോദിച്ചാൽ തന്നെ മനസ്സിലായിക്കൊള്ളൂ ഇവർ ആക്സസ് ചോദിക്കുമല്ലോ, കോൺടാക്ട്സിന് ആക്സസ് ചെയ്യും, ഫോട്ടോസിന് ആക്സസ് ചെയ്യും, ഇതൊക്കെ പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമില്ല. അത് ഗൈഡ് ലൈൻസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ വെബ്സൈറ്റിൽ തന്നെ ഒരു സിറ്റിസൺസ് കോർണർ എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. അവിടെ ഈ ഡിജിറ്റൽ അപ്രൂവ്ഡ് ഡിജിറ്റൽ ആപ്സിൻ്റെ ലിസ്റ്റ് ഉണ്ട്. അതൊരു കണ്ടിന്യൂസ്ലി അപ്ഡേറ്റഡ് ലിസ്റ്റാണ്. അവിടെ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും ഇങ്ങനെ ഒരു ആപ്പ് അലൗഡ് ആണോ ഇല്ലയോ എന്ന്. പക്ഷേ അപ്പോൾ ഇതിനൊരു ഞാൻ മനസ്സിലാക്കുന്ന ഈ ജനറലി ഇപ്പോൾ നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് അറിയാം, ഈവൻ ആൾക്കാർക്ക് പോലും നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന കാര്യമെല്ലാം മനസ്സിലാക്കുന്നത് ഇങ്ങനത്തെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു നോളജ് വളരെ കുറവാണ്. ഇതൊക്കെയാണ് കുറച്ച് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് ഇപ്പോഴത്തെ ഈ സിറ്റിസൺസിനൊക്കെ. എങ്ങനെയാണ് ഇതിൻ്റെ കൈകാര്യം ചെയ്യേണ്ടത് ബോധം വേണ്ടത്. ഈ ദേവദാസ്, ഇത് എങ്ങനെയാണ് ഈ ലോൺ ആപ്പിലേക്ക് നമ്മുടെ ഈ തലമുറ ആകർഷിക്കപ്പെടുന്നത്? താങ്കളുടെ ഒരു നിരീക്ഷണം. അതാ ഞാൻ പറഞ്ഞ, അതാണ് ഈ ഗ്ലോബലൈസേഷൻ ലിബറൽ ഇതിൽ വന്നപ്പം മണി ബേസ്ഡ് ആയപ്പം കുട്ടികൾക്ക് ഭയങ്കര. ഇപ്പം ഞങ്ങളെ കാലഘട്ടത്തിൽ ഒരു 10 രൂപ തരുന്നുണ്ടെങ്കിൽ ആ 10 രൂപേൻ്റെ അപ്പുറത്ത് ഞങ്ങൾ പോവാൻ മടിക്കുമായിരുന്നു. 11ാമത്തെ രൂപ അയ്യോ കടവും മറ്റേതാവും എന്ന് പോൽ അതിനനുസരിച്ചിട്ടുള്ള ചെയ്തികളെ ചെയ്തിട്ടുള്ളൂ. ഇന്ന് കുട്ടികൾക്ക് നിങ്ങൾ 2000 ഞാൻ കയറിയ ഞാനെല്ലാം ഐസ്ക്രീം നമ്മൾ 5 ആളെല്ലാം ഷെയർ ചെയ്തിട്ട് ഒരു കറി വാങ്ങിയിട്ട് കളിക്കാനെല്ലാം പോകുമ്പോൾ കഴിച്ച കാലഘട്ടവും ഇന്ന് ഒരു ഐസ്ക്രീം പാർലറിൽ ഞാൻ ഏതോ ഒരു കാലത്ത് പോയപ്പോൾ അന്ന് സ്കൂളിൽ 10th അങ്ങ് പൂട്ടിയിരുന്നു. 10th പെൺകുട്ടിയും ആൺകുട്ടീൻ്റെയും കയ്യിൽ അന്ന് 2000ന്റെ നോട്ടുള്ള കാലമാണ്, നോട്ട് നിരോധനം. 2000 എടുക്കുന്നത് 14 15 വയസ്സുള്ള കുട്ടി പണത്തിന് കൊടുക്കുന്ന പാരൻസിനും അത് കൺട്രോളില്ല. അന്ന് ഞങ്ങളുടെ അടുത്ത് 1 രൂപ അധികം ഒരു സ്പോർട്സിന് പോയിട്ട് 5 രൂപ എനിക്ക് സ്കൂള് തന്ന 5 രൂപ എൻ്റെ കീശയിൽ കണ്ടപ്പം അമ്മേന്റെ ചോദ്യം എവിടുന്നോ കട്ട പോലെയായി ഇപ്പൊ ഈ ചോദ്യം. അവസാനം സ്കൂളില് പ്യൂണോട് ചോദിച്ചു. അപ്പൊ പ്യൂണ് പറഞ്ഞു ഇങ്ങനെ സ്കൂളിന് വേണ്ടി ഓടിയാൽ 5 രൂപ കൊടുക്കും, 10 ഉണ്ട്. അങ്ങനെ പോലും അക്കൗണ്ട് ഞാൻ പറയുന്നത്, ഞങ്ങൾ അന്നും പാരന്റ്സോ അല്ലേ ഞങ്ങളുടെ ടീച്ചേഴ്സോ അല്ലെ പൊതുസമൂഹം തന്നെ നമ്മൾ എന്തെങ്കിലും ഒന്ന് എക്സ്ട്രാ ചെയ്യുമ്പോൾ അക്കൗണ്ടബിളാണ്. ഇന്ന് ആരും കൺട്രോളിലല്ല. മണി ഈസ് ദ നീഡ് ഓഫ് ദ അവർ. നിങ്ങൾ ഒന്നും കൂടി ഞെട്ടിക്കുന്ന പറഞ്ഞേരം, ഇപ്പോൾ CEO പറഞ്ഞല്ലേ, അവർ മോഹൻ സർ പറഞ്ഞ പോലെ ഞങ്ങൾ ലീഗൽ തിങ്ങിൽ ഇന്ത്യൻ റൂൾസിൽ എല്ലാ നിയമങ്ങളും ഉണ്ട്. പക്ഷേ ഇതിനെ ബൈപ്പാസ് ചെയ്യുന്ന ഇല്ലീഗൽ തിങ്സ് ചെയ്യുന്ന ഫ്രോഡ്സ് ആണ് കൂടുതൽ. അപ്പം അത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇതിന്റെ വേറൊരു വേർഷൻ ഉണ്ട്. ഇതൊരു ചെറുതാണ്, ഇതിന്റെ അത് പാവായി പോയോണ്ടാ 18,000 ഇതുള്ള. ഇപ്പം വേറെ ഒന്നുണ്ട്. നിങ്ങൾ ഈ ഫ്രോഡ്സ് എങ്ങനെയാന്ന് പറഞ്ഞാൽ സ്കൂൾ കുട്ടികളെയും കോളേജ് കുട്ടികളെയും അക്കൗണ്ട് നിങ്ങൾ കൊടുക്കുക, നിങ്ങൾ അവർക്ക് സബ്മിറ്റ് ചെയ്യാം, അവർ ആ അക്കൗണ്ട് ഇതാക്കും, നിങ്ങൾക്ക് ബൈക്ക് തരും, പൈസ അവര് ട്രാൻസാക്ട് ചെയ്യും. അവരെ കള്ള പൈസയല്ലോ റീറൂട്ട് ചെയ്യുന്ന പൈസ ലക്ഷക്കണക്കിന് രൂപ ഇതിലെ കൂടി റീറൂട്ട് ചെയ്തിട്ട് ഓരോ അക്കൗണ്ട് ഓരോ പിൻവലിക്കുന്നില്ല ലക്ഷക്കണക്കിന് രൂപ. അപ്പൊ ഇവർക്ക് 3,000 to 5,000 രൂപ കൊടുക്കും. അപ്പൊ ഈ കോളേജിലെല്ലാം പഠിക്കുമ്പോ ഈ കുട്ടികൾക്ക് ഈസി മണി വേണ്ടേ? ഇതിലെല്ലാം പെട്ടിട്ടല്ലേ കുറെ ആള്. മ്യാൻമാർ, ഈസ്റ്റ് ഏഷ്യ മുഴുവൻ, കംബോഡിയ, വിയറ്റ്നാം എല്ലാം ഞങ്ങളെ മലയാളി വലിയ എഞ്ചിനീയേഴ്സിനെ കൊണ്ടുവന്നിട്ട് ഈ ജോലിക്കല്ലേ ആക്കുന്ന ഫ്രോഡ് ആപ്സിൽ ജോലിയാണ്. അങ്ങനെ കുടുങ്ങിയിട്ട് ഞങ്ങളെ വീഡിയോയില് വരുന്നില്ലേ എന്നെ രക്ഷപ്പെടുത്തു എന്ന് പറഞ്ഞ്. ഇങ്ങനത്തെ ഡിജിറ്റൽ ഇതിനുള്ള അതിന്റെ ചെറിയൊരു ആപ്പാണ് നോയിഡയെ പിടിച്ചത്. 40 സെക്ഷൻസ് ടെക്നോളജി. ഇങ്ങനത്തെ ഒരു റൂമില് 40 സെക്ഷൻസ്. എങ്ങനെ പിടിക്കണം, എങ്ങനെ അപമാനിക്കണം, എങ്ങനെ മാഫ് ചെയ്യണം,
എങ്ങനെ എന്നിട്ട് ഓർക്ക് ആരെങ്കിലും ആള് മരിച്ചാലൊന്നുമില്ല. മണി ഈസ് ദ നെയിം ഓഫ് ദ ഗെയിം. ഈ ഫോട്ടോ ആപ്പിലേക്ക് ഈ ഫോട്ടോയുടെ പൊതുവെ ഡീറ്റെയിൽസ് ഒക്കെ ഇവരെങ്ങനെയാണ് ഡീറ്റെയിൽസ് ഇവർ പറഞ്ഞ പോലെ OTP ചോദിച്ചാൽ കൊടുത്തു, കൊടുത്തു. എല്ലാ ഡീറ്റെയിൽസ് ബാങ്ക്. അതുകൊണ്ടല്ലേ എല്ലാവരുടെ നമ്പേഴ്സും മൊബൈലിൽ ഞങ്ങളെ നമ്പേഴ്സ് മുഴുവൻ ഓരോ കയ്യിൽ കിട്ടി. അപ്പോൾ അവർക്കെല്ലാം അയച്ചു കൊടുക്കും ഈ മാപ്പും ഇതും. അതുകൊണ്ടല്ലേ ആ ടീച്ചറെ അതുകൊണ്ടാണ് ആപ്പിൽ പോയാൽ അവർ ഫസ്റ്റ് ചോദിക്കുക KYC നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം, ആധാറിൻ്റെ കോപ്പി. അപ്പോൾ ആധാർ കൊടുക്കും, പാൻ കാർഡിന് പാൻ കാർഡ് കൊടുക്കും. അപ്പോൾ അത് ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ അവർക്ക് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു OTP വരും. നിങ്ങളെ കോൺടാക്ട്സിലേക്ക് നമുക്ക് ആക്സസ് വേണം, മൊബൈൽ ഫോണിൻ്റെ കോൺടാക്ട്സിലേക്ക് ആക്സസ് വേണം, ഫോട്ടോസിലേക്ക് ആക്സസ് വേണം. അപ്പോൾ അവിടെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗൈഡ് ലൈൻ. ഇതിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ യു ഷുഡ് നോ ദാറ്റ് ഇറ്റ് ഇസ് ഫ്രോഡുലന്റ് ആക്ട്. അപ്പോൾ ഇവരെ കോൺടാക്ട്സ് ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർ കോൺടാക്ട്സ് ആക്സസ് ചോദിക്കുന്നത് നമ്മൾ യെസ് നടിക്കും. ഫാദർ വിപിൻ, ഈ ഇതിൻ്റെ ഇടയിൽ ഈ കുട്ടികൾ എങ്ങനെയാണ് ഇത്രയധികം ആർത്തി പണത്തോട് വരുന്നത്? ഇപ്പം നിതിൻ രാജിൻ്റെ കേസിൽ മാതാവിൻ്റെ ചികിത്സാക്കാര്യമാണ്. പക്ഷേ തിരുവനന്തപുരത്ത് ഒരു കുട്ടി സെയിം അവസ്ഥയിൽ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഈ പണം വല്ലാതെ വാങ്ങി കുടുങ്ങിപ്പോയൊരു കുട്ടിയാണ്. ഇത്ര ആർത്തി എങ്ങനെയാണ് മക്കൾക്ക് വരുന്നത്? നിങ്ങളുടെ ഈ ക്യാമ്പസിലൊക്കെ കാണുമ്പോൾ കുട്ടികളോട് സംസാരിക്കാറുണ്ടോ? എന്താണ് അവരുടെ രീതി? തീർച്ചയായും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒന്ന് ജീവിത ചെലവുകളൊക്കെ കൂടി, പിന്നെ മറ്റൊന്ന് കുട്ടികൾ മറ്റുള്ളവരെ അനുകരിക്കാനുള്ള ഒരു ഭ്രമം. കാരണം ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ പല സാമ്പത്തിക അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന കുട്ടികളുണ്ടാകും. അപ്പോൾ മറ്റു കുട്ടികളെ അനുകരിക്കാനുള്ള ഒരു ഭ്രമം കുട്ടികളുടെ അടുത്ത് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മാതാപിതാക്കൾ നിർബന്ധപൂർവ്വം പണം വാങ്ങിക്കാനുള്ള ഒരു ടെൻഡൻസി കുട്ടിയുടെ ഇടയിൽ രൂപപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട. അങ്ങനെയുള്ള കുട്ടികളോട് ഒരു വൈദികരും കൂടിയാണല്ലോ താങ്കൾ, അവരോട് നമുക്ക് എന്താ പറയാനുള്ളത്? മക്കളെ, ഈ പോക്ക് പോയാൽ നിങ്ങൾ എവിടെ എത്തും? എന്താണ് പറയാൻ കഴിയുക നമുക്ക്? തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. എപ്പോഴും പറയാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നമ്മുടെ മാതാപിതാക്കൾ എങ്ങനെയാണോ നമ്മൾ വളർത്തുന്നത്, തീർച്ചയായിട്ടും അവരുടെ ഒരു കഷ്ടപ്പാടും അവരുടെ സ്വപ്നവും മക്കളെ കുറിച്ചാണ് അല്ലേ. തീർച്ചയായിട്ടും മാതാപിതാക്കളുടെ ഒരു ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് ചിന്തിക്കാനായിട്ടും ജീവിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് അങ്ങനെ വരുന്ന നല്ല കുട്ടികളുമുണ്ട്. അങ്ങനെ ആവുമ്പോൾ സമാധാനത്തിൽ ജീവിക്കും.